നമസ്തേ. ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ കറണ്ട് എനർജി എന്താണെന്നും യൂണിവേഴ്സ് എന്താ ഗൈഡൻസ് തരുന്നതെന്നും നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്നുള്ള 3 കാർഡാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ കാർഡ് വന്നിട്ട് 3 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞൊരു കാർഡാണ്. 3 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് ഒരു ഡിസ്കഷൻ, ഒന്നിലധികം പേര് ഒത്തുചേർന്ന് എന്തോ പ്രവർത്തനം ആരംഭിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസം തുടങ്ങുന്നതിൻ്റെ പുതിയതായിട്ട് ഒരു സംഭവം കെട്ടിപ്പടുക്കുന്നതിൻ്റെ ഒരാശയമാണ് കാണുന്നത്. ഇത്തരത്തിലുള്ള ഒരു എനർജിയിലുള്ള ആൾക്കാരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സ് എന്താ പറയുന്നതെന്ന് നോക്കാം. യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളെ കാത്തിരിക്കുന്നത് എംബ്രസ് എന്ന് പറഞ്ഞൊരു കാർഡാണ്. എംബ്രസ് എന്ന് പറഞ്ഞത് സമൃദ്ധി നിറഞ്ഞൊരു ഫ്യൂച്ചറാണ് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നത്. അത് നിങ്ങളെ കാത്തിരിക്കുന്നത് വളരെ സമൃദ്ധിയുള്ളൊരു കാലഘട്ടമാണ്. അതിനായിട്ട് നിങ്ങളുടെ പാഷനെ പിന്തുടരുക. നിങ്ങളുടെ അഭിവാഞ്ച ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുമ്പോഴാണോ സന്തോഷം, അതിനെയാണ് നമ്മൾ പാഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ എങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ആ പാഷനെ പിന്തുടരുമ്പോഴാണ് നമുക്ക് വളരെയധികം സമാധാനവും സന്തോഷവും സമൃദ്ധിയും വന്നു ചേരുക. സമൃദ്ധി എന്ന് പറഞ്ഞാൽ നമ്മൾ സാമ്പത്തികമായിട്ടുള്ള സമൃദ്ധി ആവണമെന്നില്ല, നമ്മുടെ മനസ്സിനൊരു നിറവ് തോന്നുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ പാഷനെ പിന്തുടരാനാണ് യൂണിവേഴ്സ് പറയുന്നത്. അതിൻ്റെ കൂടെ എന്ത് ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ പേജ് ഓഫ് സോഡ്സ് എന്ന് പറഞ്ഞൊരു കാർഡാണ്. പേജ് ഓഫ് സോഡ്സ് പറയുന്നത് നിങ്ങൾക്ക് വളരെയധികം ആവേശം തോന്നി എടുത്ത് ചാടി ഓരോന്നിലേക്ക് ഏർപ്പെടരുത്, അതാണ് പറയുന്നത്. ഒരു ആലോചന വേണം. ഓരോ പ്രവൃത്തിയിലും നിങ്ങൾ അവധാനപൂർവ്വം ആലോചനയോടുകൂടി പ്രവർത്തിക്കണം എന്നാണ് പറയുന്നത്. ഇതൊരു വളരെയധികം എനർജറ്റിക്കായിട്ട് എടുത്ത് ചാടി പ്രവർത്തിക്കാനുള്ള ഒരു ആവേശമാണ് ഈ കാർഡ് കാണിക്കുന്നത്. അത് ആവശ്യത്തിന് ശ്രദ്ധ കൊടുക്കണം. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ എന്ത് തന്നെയായാലും ആവശ്യത്തിന് ശ്രദ്ധ കൊടുത്ത് കരുതലോടെ അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് പറയുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നവർ ഐ അട്രാക്ട് ദിസ് എനർജി എന്നോ എന്തെങ്കിലും ഒരു മെസ്സേജ് ചെയ്ത് എന്നെ ഒന്ന് ഫോളോ ചെയ്യുക, എൻ്റെ ചാനലൊന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ വീണ്ടും നിങ്ങൾ കാർഡ് എടുത്ത് വായിക്കുമ്പോൾ നിങ്ങളുടെ എനർജി ആയിട്ട് കണക്ട് ചെയ്തിട്ട് എനിക്ക് വായിക്കുവാൻ റീഡിങ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക. വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.